ഇന്ന് ഒരു ലൈനിങ് ബ്ലൗസ് അളവ് ബ്ലൗസിൽ നിന്ന് ഉപയോഗിച്ചാണ് കട്ട് ചെയ്തത് കേട്ടോ. അളവ് ബ്ലൗസ് ഉപയോഗിച്ച് ലൈനിങ് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്ക് പീസ് കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇറക്കം എടുക്കുക. ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് എന്തുമാത്രം ഇറക്കം വേണമെന്ന് വെച്ചിട്ട് ആ ഇറക്കം എടുക്കുക. 14.5 ആണ് ഇറക്കം. അത് നമ്മുടെ അളവിൽ 14.5. അപ്പോൾ 1 ഇഞ്ച് കൂടെ കൂട്ടി 15.5 എടുക്കണം. ലൈനിങ്ങിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. 14.5 ഇറക്കം 15.5 എടുത്ത് 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കും. ഇങ്ങോട്ട് മാറ്റി ഒരു അളവ് കൊടുക്കാം 15.5. ഓക്കെ, മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എടുക്കേണ്ടത് നെക്കാണ്. നെക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. കറക്റ്റ് ഇതേപോലെ മടക്കിയതിന് ശേഷം ഉണ്ടോ, നെക്കിൻ്റെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കണം. കറക്റ്റ് മടക്കിയതിന് ശേഷം ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇവിടം വരെയുള്ള ലെന്ത് നോക്കുക. നെക്ക് ലെന്ത് എനിക്ക് കിട്ടിയേക്കുന്നത് 8.25 8.25 വന്നേക്കുന്നത്. അന്നേരം വിത്ത് കൂടെ നോക്കണം, അതായത് വൈഡ്. ഇങ്ങനെ വെച്ച് നോക്കാം, നിവർത്തിയിട്ടിട്ട് നോക്കാം. നെക്കിൻ്റെ വിത്ത് വന്നേക്കുന്നത് 3.5 കേട്ടോ, വൈഡ്. അപ്പോൾ 3.5 വരുമ്പോൾ തിരിച്ചിട്ട് വരുമ്പോൾ ബാക്ക് 2 സൈഡും കൂടെ വരുമ്പോൾ 7 വരും. ഒരു സൈഡാണ് 3.5. ഇങ്ങനെ എടുക്കാം. നെക്കിൻ്റെ ലെന്ത് കറക്റ്റ് ബാക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ 7 കിട്ടി. 7ൻ്റെ പകുതി 3.5. നെക്കിൻ്റെ ലെന്ത് 8.25. ഈ രീതി വേണമെങ്കിൽ എടുക്കാം. 2 രീതിയും മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ 8.25 മാർക്ക് ചെയ്തു. ഇവിടെ വൈഡ് 3.5 എടുക്കുന്നത് കേട്ടോ. 7 വേണ്ട, 3.5 എടുത്ത് 3.5 വേണമെങ്കിൽ നമുക്ക് 3.25 എടുത്താൽ മതി. തയ്ച്ച് വരുമ്പോൾ 3.25 ആയിക്കോളും, 3.5 ആയിക്കോളും. ഓക്കെ, എന്നിട്ട് ഇത് 2 ലൈനും കൂടെ ചേർത്ത് വരയ്ക്കും. വരച്ചതിന് ശേഷം ഇതിനെ നമുക്ക് സ്ക്വയറിനൊക്കെ ആണെങ്കിൽ ഈ ലൈനിൽ കൂടെ അങ്ങ് എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷേപ്പ് ഇടും. റൗണ്ട് പോലെ ഇച്ചിരി വൈഡായിട്ടുള്ള നെക്കാണ് കേട്ടോ, ഒതുങ്ങിയല്ല. അപ്പോൾ ഈ കോർണറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ടാക്കിയിട്ട് അവിടുന്ന് തന്നെ ഇങ്ങനെ ഷേപ്പ് ഇടും. അപ്പോൾ ആ നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഷോൾഡർ എടുക്കുക. അളവ് തന്നുകൊണ്ട് നമുക്ക് ഈ ഷോൾഡർ കറക്റ്റ് ഇതിനകത്തുണ്ടല്ലോ, ആ ഷോൾഡർ എടുത്താൽ മതി. ഈ തോൾ വീതി 2 ഉണ്ട്. അപ്പോൾ 2 ഇവിടുന്ന് എടുക്കണം. നെക്കിൻ്റെ വിത്തെടുത്തില്ലേ, 2 ഉണ്ട്. അപ്പം ഇവിടെ 1/2 ഇഞ്ച് പോവും, ഇവിടെ അപ്പം 2ന് 3 എടുക്കുക. ഓക്കെ, 1/2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ എടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് അളവിൽ 2 ഉണ്ട് കണ്ടോ. അപ്പോൾ 1/2 ഇഞ്ച് ഇപ്പുറത്തും പോവും, 1/2 ഇഞ്ച് ഇപ്പുറത്തും പോവും. അങ്ങനെ 3 എടുത്ത് 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്ത് ഇനി കൈക്കുഴി എടുക്കുക. ബാക്കിൽ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ ജോയിൻ്റ് മുതൽ ഇതുണ്ട്, ഈ ഷോൾഡർ ജോയിൻ്റ് മുതൽ ഇവിടം വരെ കൈക്കുഴി ഇതുണ്ടല്ലോ, ഇവിടം വരെയുള്ള ഇറക്കം നോക്കുക. ഇത് ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് വരച്ച് നോക്കിയാൽ മതി. 6 വന്നേക്കുന്നത്. അപ്പോൾ ഞാനും ഈ നമ്മളിവിടെ എടുത്തതിന് ഇവിടെ നമുക്ക് 6 എടുക്കാം. നേരെ 6 എടുത്ത് ഇവിടെ നമുക്ക് ചെസ്റ്റ് വണ്ണം കൊടുക്കാം. ചെസ്റ്റ് വണ്ണം വന്നേക്കുന്നത്, ബാക്കിലെ ചെസ്റ്റ് വണ്ണം വന്നേക്കുന്നത് വലിക്കരുത്, ഇങ്ങനെ വലിക്കരുത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തന്നെ അധികം വലിക്കാതെ ബാക്കിലത്തെ വണ്ണം എടുക്കുക. 21 വരുമ്പോൾ 10.5 എടുക്കുക.
അപ്പോൾ കൈക്കൂട്ട ഈ ഭാഗത്ത് നമ്മൾ 6 മാർക്ക് ചെയ്തെടുത്തുനിന്ന് 10 എടുക്കുക. 21 നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ 10 എടുത്തിട്ട് അവിടെ നമുക്ക് വണ്ണം മാർക്ക് ചെയ്ത് ഈ വേസ്റ്റ് ഭാഗത്തെ വണ്ണം കൂടെ ഈ രീതി എടുക്കുക. 17 കണ്ട. 17ൻ്റെ പകുതി 8.5. പിന്നെ ബാക്കിൽ 2 ടക്കുണ്ട്, അപ്പോൾ അതിനും കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. അപ്പോൾ 8.5 എന്നുള്ളടത്ത് 9 എടുക്കണം. ഓക്കെ. എന്നിട്ട് ഈ 2 ലൈനും കൂടെ ചേർത്ത് വരയ്ക്കണം. ഇത് നമുക്ക് തയ്യത്തുമ്പ്. ഓക്കെ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് കുഴിച്ച് വെട്ടാം. കുഴിച്ച് വെട്ടുമ്പോൾ 6ൻ്റെ പകുതി 3. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് 1.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ ഈ 3 മാർക്ക് ചെയ്തില്ലേ അവിടെ വെച്ചതിന് ശേഷം ഇതേപോലെ ഷേപ്പ് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ കുഴിച്ച് വെട്ടി. ഇനി നിങ്ങൾ ഇതും കൂടെ ചെക്ക് ചെയ്യുക. നമ്മുടെ അളവിൽ എത്ര വന്നേക്കുന്നത്. ആം ഹോൾ റൗണ്ട് 8.5 ഉണ്ട് ഒരു സൈഡ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് 8.5 കിട്ടുമോ എന്ന് നോക്കണം. നമുക്കിവിടെ 8.5 കിട്ടുന്നതുകൊണ്ട് കറക്റ്റ് ഈ 6 ഇഞ്ച് മതി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അത് 1/4 ഇഞ്ച് ഷേപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഷേപ്പും കഴിഞ്ഞ് ഷോൾഡറും പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇവിടെ ആം ഹോൾ നമുക്ക് ഒരു സൈഡ് 8.5 വന്നു. അപ്പോൾ 2 സൈഡ് കൂടെ ആകുമ്പോൾ 8.5 8.5 17. 1 സൈഡ് നമ്മൾ എടുക്കുമ്പോൾ കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ബാക്ക് പീസ് മാർക്ക് ചെയ്ത് മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഒരു ടക്കുണ്ട്. ടക്ക് മീൻസ് ഇതിൻ്റെ 9 മാർക്ക് ചെയ്ത് 4.5 മാർക്ക് പകുതി എടുക്കുക. 3 ലെന്ത് 4 ടക്കിൻ്റെ ലെന്ത്. ഇനി നമുക്ക് നെക്കങ്ങ് വെട്ടാം. ഇത് കഴിഞ്ഞതിന് ശേഷം വണ്ണം കൂടെ അപ്പോൾ നമ്മൾ ബാക്ക് പീസ് വെട്ടി. ഇത് മാർക്ക് വെട്ടിയതിന് ശേഷം ടക്ക് പോയിൻ്റ് എടുത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം വെട്ടുന്നത്. അപ്പോൾ അതിനെ തുണി തിരിച്ചിട്ടിട്ട് ഇത് ബാക്ക് ആ ഭാഗത്തു നിന്ന് വെട്ടി ഇനി ഫ്രണ്ട് ഭാഗം ഈ ഓപ്പൺ വരുന്ന ഭാഗത്തു നിന്ന് വെട്ടണം. ഓക്കെ. ഇതേപോലെ ഇടുക. ഫ്രണ്ട് ഭാഗം വെട്ടുമ്പോൾ ഫ്രണ്ട് ഓപ്പൺ വരുന്ന സൈഡിൽ നമ്മുടെ വശത്തോട്ട് നിന്നിട്ട് ഇതങ്ങ് മാർക്ക് ചെയ്യുക. ഇതിനെ ബാക്കിനേക്കാളും ഫ്രണ്ട് 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ അങ്ങ് വരയ്ക്കുക. ബാക്കിൻ്റെ അളവിൽ മെഷർമെൻറ്റ് നമ്മൾ ബാക്കിലെ മെഷർമെൻറ്റ് അനുസരിച്ച് ഇതേപോലെ അങ്ങ് വരച്ച് ഇടുക. എന്നിട്ട് നമുക്കിനി ഇതങ്ങ് ബാക്ക് പീസ് എടുത്ത് മാറ്റാം. ഫ്രണ്ട് ഭാഗം ഇവിടെ വരച്ചില്ലായിരുന്നു കേട്ടോ. നെക്കിൻ്റെ ഭാഗം വരച്ചില്ലായിരുന്നു. എന്നിട്ട് ബാക്ക് നമുക്ക് മാറ്റാം. മാർക്ക് ചെയ്ത് കണ്ടല്ലോ. ഇനി ഫ്രണ്ടിലെ നെക്ക് എത്രയാണെന്ന് നോക്കണം അളവിൽ. ഇത് അളവ് 6.25 വന്നേക്കുന്നത് നെക്കിൻ്റെ ലെന്ത് കേട്ടോ. ആറേ മുക്കാൽ എടുക്കുക. വിത്ത് 3.5 പറഞ്ഞല്ലോ.
അതേ അളവിൽ ഇതേപോലെ നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് കൈ കുഴിച്ച് വെക്കാം. ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് പോയിൻ്റ് വിത്ത് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഈ കൊളുത്ത് വെക്കുന്ന ഭാഗത്തുനിന്ന് ഈ മെയിൻ ടക്കിൻ്റെ നീളം നോക്കണം. 3.5 ഉണ്ട്. അപ്പോൾ അവിടുന്ന് 3.5 മാർക്ക് ചെയ്യാം. 3.5 വേണമ്പോൾ 3.25 എടുക്കണം. 4 ഇഞ്ച് പടിയടിച്ച് പോകാം. എന്നിട്ട് അവിടെ നിന്നുള്ള ലെന്ത് നോക്കുക. 9 ഉണ്ട്. 9 ഉണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. 9.5 എടുക്കുക. അപ്പോൾ ഈ പോയിൻ്റ് വിത്തിൻ്റെ നേരെന്ന് 9.25 എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എത്ര 3 വന്നേക്കുന്നത്. ഇത് ഇവിടുന്നുള്ള ലെന്ത് 3. അങ്ങനെ നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഷോൾഡറിൽ നിന്ന് ഈ ടക്കിൻ്റെ പോയിൻറ്റിൻ്റെ മെയിൻ ടക്കിൻ്റെ പോയിൻറ്റിൻ്റെ ആ ലെന്ത് വരെ നോക്കാം. ഇപ്പോൾ എത്ര വന്നു? ഇവിടെ 12.5 വന്നു. കണ്ടോ? ഷോൾഡറിൽ നിന്ന് മെയിൻ ടക്കിൻ്റെ ഇവിടെ വന്നിട്ട് എടുത്ത് കഴിയുമ്പോൾ 12.5 വന്നു. 12.5 വന്നു. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കാം. 13.5 എടുക്കാം. 13.5 എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഡൗൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഈ വരച്ച ഇവിടുന്ന് 1.5 മാർക്ക് ചെയ്യാം. ഉണ്ടോ? മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 1.5 മാർക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഈ കട്ടിങ്ങിൻ്റെ ഷേപ്പ് എടുക്കാൻ മാർക്ക് ചെയ്തല്ലോ. എന്നിട്ട് ഇവിടുന്ന് 1.5 മാർക്ക് ചെയ്യുക. ഇവിടുന്ന് 1.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടിയിൽ നിന്ന് വരുന്ന ടക്ക്, മെയിൻ ടക്ക്, വലിയ ടക്കില്ലേ, അതിൻ്റെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച്, ഈ പോയിൻ്റിൽ നിന്ന് കൈക്കുഴിയുടെ ഇങ്ങനെ പോകും 2 ഇഞ്ച്. ഉണ്ടോ? അപ്പോൾ നമുക്ക് അളവുണ്ടെങ്കിൽ ആ അളവിൽ പ്രകാരം ചെയ്യാം. ഇതാണ്. ഇപ്പം ഇവിടുന്ന് നോക്കിയപ്പോൾ 1.5 ഇഞ്ച്, അതേപോലെ 1.5 ഇഞ്ച്. ഇവിടുന്ന് കൈക്കുട ഭാഗത്ത് നോക്കിയപ്പോൾ 2.5 ഉണ്ട്, അതേപോലെ 2.5 ഇഞ്ച്. ഇത്രയും കട്ട് ചെയ്ത് മനസ്സിലായല്ലോ. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാം. കൈക്കുഴി നമ്മൾ ഫ്രണ്ട് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണമല്ലോ, നമ്മുടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് നെക്ക് നമ്മൾ ബാക്കും വെട്ടി ഫ്രണ്ടും വെട്ടി. ഇനി നമ്മുടെ കട്ടിങ്ങിൻ്റെ ഈ ഷേപ്പ് കൂടെ കിടക്കുവാണല്ലോ, അതുകൂടെ കട്ടിയിടുക. ഉണ്ട് മാർക്ക് ചെയ്തേക്കുന്ന ഈ ഭാഗം. ഇത് 2 കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കും ഫ്രണ്ട് കട്ട് ചെയ്ത്. ഇനി നമുക്ക് സ്ലീവാണ് വേണ്ടത്. സ്ലീവ് എടുക്കുമ്പോൾ തുണിയെ 4ആയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. സ്ലീവ് ലെന്ത് കറക്റ്റാക്കിയതിന് ശേഷം 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം സ്ലീവിൻ്റെ ഇറക്കം നോക്കുക. 11 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടപ്പോൾ നമുക്കിവിടെ 11 കിട്ടത്തില്ല. ഞാൻ 9.5 കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 11 വേണ്ടത്. 11 ഇടുമ്പോൾ ഇവിടെ നമുക്കൊരു പീസ് വെച്ച് നീളം കൂട്ടും. ഒരു പീസ് രണ്ട് കൈ കൂടെ ഒരു ലെന്ത് കൂട്ടും. ഇത്രയും നമുക്ക് കുറവുണ്ട്. അപ്പോൾ ഞാനിവിടെ
അടിച്ച് നീളം കൂട്ടും. മനസ്സിലായല്ലോ? തുണിയെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം കൈയുടെ ലെന്ത് എത്രയാണെന്ന് വെച്ചിട്ട്, അത് കിട്ടുന്നില്ല 19 എനിക്ക് ഈ അളവിൽ ലൈനിങ്ങിനകത്ത് ഉള്ളു. അപ്പോൾ ആ 9 കിട്ടുന്നത് മാർക്ക് ചെയ്തതിന് ശേഷം കുറവുള്ള ലൈനിങ് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് വരുമ്പോൾ അടിച്ച് നീളം കൂട്ടും. ഓക്കെ. ഇനി സ്ലീവ് കുഴിച്ചു വെട്ടാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി, നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തല്ലോ, ബാക്ക് പീസ് ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ കണ്ടോ, ഷോൾഡറിൻ്റെ ഈ ജോയിൻ്റ് നമ്മൾ പോകുമല്ലോ, എന്നിട്ട് കൈ കുഴിച്ച് വെട്ടുന്നത് ഉണ്ട്, ഇതേപോലെ എടുത്താൽ മതി. ഇങ്ങനെ മാർക്ക് ചെയ്യുക. ആ കൈക്കുഴിയുടെ റൗണ്ട് അനുസരിച്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് കൈവണ്ണം നോക്കുക. കൈവണ്ണം നമ്മുടെ അളവിൽ നീക്കായാലും 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. കണ്ടോ? എന്നോട് ഞാൻ പറഞ്ഞുതരാം. കൈ കുഴിച്ച് വെട്ടാൻ എളുപ്പത്തിന് ലെന്ത് എടുത്ത് 4ആയിട്ട് മടക്കിയിട്ടിട്ട് ലെന്ത് മാർക്ക് ചെയ്ത് നമ്മൾ ബോഡിയിൽ ലൈനിങ് കൈക്കുഴി കുഴിച്ച് വെട്ടിയ ആ ഭാഗം എടുത്ത് ഷോൾഡറിൻ്റെ ഈ ഭാഗം ഇങ്ങനെ വെക്കുക കൈക്കുഴിയുടെ. എന്നിട്ട് ആ കൈക്കുഴി വലിക്കരുത് കേട്ടോ. വലിക്കാതെ തന്നെ ഇതിങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ആ ആം ഹോൾ വളവനുസരിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അടിവണ്ണം, സ്ലീവിൻ്റെ അടിവണ്ണം 10 10 അല്ല 10.5, സോറി 11, 5.5 ഉണ്ട് കേട്ടോ. അപ്പം 5.5 മാർക്ക് ചെയ്യുക. പിന്നെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ താഴ്ത്തുമ്പോൾ എടുക്കുക. അപ്പം നമുക്ക് കണ്ടോ, പിന്നെ ഇതങ്ങെടുത്ത് മാറ്റാം. പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയാണ് പറഞ്ഞത്. മസിൽ വണ്ണം അല്ലെങ്കിൽ കൈയുടെ വണ്ണം ഇവിടെ 7.25 ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുക, മാർക്ക് ചെയ്യുക. കണ്ട, ഇതേപോലെ കിട്ടും. നമുക്കിങ്ങനെ കുഴിച്ച് വെട്ടാം. കൈയുടെ ലെന്തിന് കുറവുള്ള ഭാഗം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ. നമുക്കിവിടെ 8.5 വേണ്ടേ, ആം ഹോൾ റൗണ്ട് ഒരു ഭാഗത്ത്. 8.5 നമുക്ക് കിട്ടുന്നു നോക്കാം. കറക്റ്റ് 8.5 കിട്ടി. ഇങ്ങനെ കൈ കുഴിച്ച് വെട്ടുക കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറവുണ്ട് ലൈനിങ്ങിൽ. ഇങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലൈനിങ് അവർക്ക് കൈയുടെ ലെന്തിനനുസരിച്ചുള്ള ലൈനിങ് കൊണ്ടുവന്നില്ല. 11 അല്ലായിരുന്നു കൈയുടെ ലെന്ത്. അപ്പം 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്ത് ജോയിൻറ്റ് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. ഇത് 2 കൈക്കും കൂടെ അടിച്ച് മറിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ ബാക്ക് പീസിന് വെട്ടിക്കഴിഞ്ഞു, ഫ്രണ്ട് പീസ് വെട്ടിക്കഴിഞ്ഞു, സ്ലീവ് വെട്ടിക്കഴിഞ്ഞു. ഇനി ഇത് ലൈനിങ് അല്ലേ വെട്ടിയേക്കുന്നത്. ഇനി നമുക്ക് മെയിൻ തുണിയിൽ വെട്ടണം. മെയിൻ തുണി വെട്ടുമ്പോൾ 2ആയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം കറക്റ്റ് ചുളിവൊന്നുമില്ലാതെ 2ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ബാക്ക് പീസ് അങ്ങ് കട്ട് ചെയ്യുക. കണ്ടോ, കറക്റ്റ് വെച്ചതിന് ശേഷം നെക്ക് ഭാഗം വെട്ടി തുണി നീങ്ങിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കണം കേട്ടോ. നെക്ക് ഭാഗം കട്ട് ചെയ്തിട്ട്
സൈഡ് കട്ട് ചെയ്ത് കൈക്കുഴ ഭാഗം കൂടെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ തുണിയെ തിരിച്ചിടണം. രണ്ട് ഭാഗം കട്ട് ചെയ്യാനായിട്ട് തിരിച്ചിട്ടതിന് ശേഷം ലൈനിങ് എടുക്കുക. ക്രോസാണ് വേണ്ടവർക്ക് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ ഇട്ടാൽ മതി. ക്രോസ് ഇടുമ്പോൾ ഇത് നമ്മൾ വെട്ടിയല്ലോ, ലൈനിങ് വെട്ടിയതിന് ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ ഇത് ക്രോസാണ്. വെട്ട് ഓപ്പൺ വരുന്ന ഭാഗം നമ്മുടെ നേരെ ഇട്ടിട്ട് ലൈനിങ് കണ്ടോ ഇങ്ങനെ ഇടുന്നത് സ്ട്രെയിറ്റ്. നേരെ ഇടുകയാണെങ്കിൽ ക്രോസ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇടുക. ഇങ്ങനെ വലിഞ്ഞു പോകുമ്പോൾ തുണി വലിഞ്ഞു ഇരിക്കുന്ന ഭാഗമാണ് ക്രോസ്. സ്ലീവിന് നമുക്ക് താഴോട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ഈ രീതിയിൽ ക്രോസ് വെട്ടിയെടുക്കുക. നമ്മൾ ലൈനിങ് വെച്ച് ഫ്രണ്ട് ഭാഗം വെട്ടി ബാക്ക് ഭാഗം വെട്ടി. ഇനി സ്ലീവ് വെട്ടണം അല്ലേ. ഇതേപോലെ തന്നെ തുണിയെ നാലായിട്ട് മടക്കില്ല. നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ലൈനിങ്ങിന് നീളമില്ലാഞ്ഞുകൊണ്ട് ഞാൻ ജോയിൻ്റ് ചെയ്തെടുത്തല്ലോ. ഇതിനകത്ത് നീളം നമുക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിയൊന്നും ഉണ്ടായതുകൊണ്ട് 11 ഇറക്കം വന്നിരിക്കുന്നത്. അതേ വെച്ചെടുക്കാം. രണ്ട് സ്ലീവിനും കൂടെ ഉള്ളത് നാലായിട്ട് മടക്കിയിട്ടുണ്ട്. നാലായിട്ട് ഉണ്ടോ, രണ്ട് സ്ലീവിനും കൂടെ കട്ട് ചെയ്യുക. നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇവിടുത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഇവിടെ 5.5 സ്ലീവിലെ ലെന്തിൻ്റെ റൗണ്ട് വണ്ണം വന്നിരിക്കുന്നത് 5.5. 1 ഇഞ്ച് കയറ്റുമ്പോൾ 1-1.5 ഇടാം കേട്ടോ. എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു തന്നതുപോലെ നമ്മൾ കൈ കുഴിച്ച് വെട്ടുന്നത് കൈയുടെ ഇറക്കം ഉടമ്പറ മാർക്ക് ചെയ്തല്ലോ. വേണ്ട, ഇതേപോലെ അങ്ങ് ഷേപ്പ് കൊടുത്തു മതി. ഈ ഷേപ്പിൽ മതി കൈയുടെ വണ്ണം. ഇത് നമ്മുടെ അടിച്ചു പോകാനുള്ള വണ്ണം ഉണ്ടോ. ഈ രീതിയിൽ ചെയ്താൽ മതി. ലൈനിങ്ങിൻ്റെ റൗണ്ടും ആംഹോൾ റൗണ്ടും ഇതേപോലെ വലിക്കാതെ ഒരു സെറ്റാക്കി ഇങ്ങനെ വെക്കുക. കണ്ടോ, ഇതേപോലെ നമ്മുടെ ഇറക്കം എവിടെയാണെന്ന് മാർക്ക് ചെയ്തതിന് അടുത്ത് ഷോൾഡറിൻ്റെ ആ ഭാഗം വെക്കുക. അപ്പോൾ ഇറക്കം നമുക്ക് ഇവിടം വരെ കിട്ടിയിരുന്നത്. ഇവിടുന്ന് തുടങ്ങി ഈ ലൈനിങ്ങിൻ്റെ തയ്യൽ തുമ്പില്ലേ എവിടെ അവസാനിക്കുന്നത് വെച്ചാൽ അവിടം വരച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുഴിച്ച് വെട്ടാം. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ കുഴിച്ച് എല്ലാം കണക്ക് തന്നെ. ഇച്ചിരി കൂടെ എളുപ്പത്തിനുള്ള വഴി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ വണ്ണം വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. 7.25 ഉണ്ട്. 7.25 ഇവിടെ വരും. എന്നിട്ട് ഇവിടെ കൈക്കുട ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് ജോയിൻറ്റ് വരുന്നിടത്ത് കട്ട് ചെയ്തു.
നമുക്ക് ഫ്രണ്ട് അരേഞ്ച് കുഴിച്ച് വെട്ടണമല്ലോ. ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു 1.5-2 ഇഞ്ച് അങ്ങനെ നേരെ കട്ട് ചെയ്തില്ലേ, 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 1.5-2 ഇവിടുന്ന് ആ ചെയ്തതുപോലെ തന്നെ ഒരു 1.5 മാർക്ക് ഇങ്ങോട്ട് നീർക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് നീക്കുക. എന്നിട്ട് ഈ നീളം നോക്കുക, ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം നോക്കുക. 6 ഉണ്ട്, 6ൻ്റെ പകുതി 3 അല്ലേ, 6. നമ്മൾ ഈ സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കുന്ന 1 മുതൽ 2 വരെ നോക്കാം. ഓരോരുത്തരുടെ കൈയുടെ വണ്ണം അനുസരിച്ച് നിൽക്കുന്നു. ഞാനിവിടെ 1.5 എടുത്തു. അതുപോലെ തന്നെ കൈയുടെ ഈ കൈക്കുടെ ആ ഭാഗത്തുനിന്ന് 1.5 ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നുള്ള ലെന്ത് നോക്കുക. 6 ഉണ്ട്, 6ൻ്റെ പകുതി 3 മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ കുഴിച്ചു വെട്ടുക. ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കണ്ട എത്രയും ഭാഗങ്ങൾ കളഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ സ്ലീവും വെട്ടിക്കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് ഈ പടിയും കൂടെ വെട്ടണം ഇതിൽ നിന്ന്, മെയിൻ പീസിൽ നിന്ന്. പിന്നെ ക്രോസ് പീസ്, പിന്നെ കൊളുത്തുപടി, ബാക്കിലെ പടി, ഇത്രയേ ഉള്ളൂ. ഇത് ഫ്രണ്ട് കൊളുത്തുപടി ഇവിടെ ഈ ഭാഗമാണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒരു കൊടുക്കണം കേട്ടോ. ഇത് വെച്ചിട്ട് അതിൻ്റെ നീളത്തിലും വീതിയിലും കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് ഇപ്പോൾ 2 മെയിൻ പീസ് 2, ലൈനിൽ 2 വന്നു. ഇനി 2 പീസ് കൂടെ വേണം. 6 പീസാണ്. ഈ ബാലൻസ് നിൽക്കുന്നതിന് അതെല്ലാം കട്ട് ചെയ്തെടുക്കണം. പിന്നെ കഴുത്തിന് ക്രോസ് പീസ് വെട്ടണം. ബാക്കിൽ പടിക്ക് 1.5 ഇഞ്ച് വീതിയിൽ നീളത്തിൽ പടി വെട്ടണം. പിന്നെ ഫ്രണ്ടിൽ അരിപ്പടിയും കൊളുത്തുപടി എടുക്കണം. ഓക്കെ, ഒന്നര ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ ബാക്കിലെ പടി. ഇത് നമുക്ക് കൊളുത്ത് വെക്കാനുള്ളത് എടുക്കാം. ഇത് നമുക്ക് അരിപ്പടി എടുക്കാം, കഴുത്തിൻ്റെ ഭാഗം. ഇതിനകത്ത് ഈ പീസും കൂടെ മെയിനായിട്ടുള്ള പീസും കൂടെ അരിപ്പടിക്കകത്ത് കട്ട് ചെയ്തെടുക്കും കേട്ടോ. പുറമേ കാണുന്നതിൻ്റെ ഇത് 2 നമ്മൾ വെട്ടിക്കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞു. കുറവ് ഭാഗം നോക്കണം. ബാക്ക് ബാലൻസ് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്തെല്ലാം മാറ്റിയതിന് ശേഷം ക്രോസ് പീസ് എടുക്കണം. ക്രോസ് പീസ് എടുക്കുമ്പോൾ ഇത് നേരെയുള്ള പീസ് ഇവിടെ ആദ്യം ഇങ്ങനെ ഒന്ന് ചരിച്ച് കൊടുക്കുക. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ ചരിച്ചെടുക്കുക. 1 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കണം ക്രോസ് പീസ്. 1-1.25 എടുക്കാം കേട്ടോ. ഒരെണ്ണം നമ്മൾ വെട്ടിക്കഴിഞ്ഞല്ലോ, അത് വെച്ച് പിന്നെ അടുത്ത് വെട്ടിയാൽ മതി.
ഇങ്ങനൊരു 3-4 എടുക്കേണ്ടി വരും കേട്ടോ. അപ്പം നമ്മൾ ലൈനിങ് വെച്ച് എല്ലാ ഭാഗവും ബ്ലൗസിൻ്റെ എല്ലാ ഭാഗവും കട്ട് ചെയ്തു എല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ.